ഈ രാഹുൽ ഗാന്ധി എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി വന്നതിൽ പിന്നാലെ ശരിക്കും പറഞ്ഞാൽ BJPക്ക് നരേന്ദ്രമോദിക്ക് അമിത്ഷായ്ക്കൊക്കെ വളരെയധികം സന്തോഷമായെന്നാണ് തോന്നുന്നത്. കാരണം തങ്ങൾക്ക് അധികമൊന്നും ചെയ്യാതെ തന്നെ രാഹുൽ ഗാന്ധി തന്നെ ഓരോന്ന് ചെയ്ത് തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് അവർക്ക് വളരെയധികം വിശ്വാസമുള്ള ഒരു കാര്യം തന്നെയാണ്. അത് രാഹുൽ ഗാന്ധി തെറ്റിക്കത്തുമില്ല എന്നുള്ളതും വാസ്തവമാണ്. അത് തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ട ഒരു കാഴ്ച തന്നെയാണ് രാഹുൽ ഗാന്ധി അവരുടെ കയ്യിലേക്ക് ആയുധങ്ങൾ കൊണ്ട് കൊടുക്കുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് പറ്റുന്ന മണ്ടത്തരങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെ വിഷയങ്ങൾ എടുത്തിടാം, എന്തൊക്കെ കാര്യങ്ങൾ ഈ പറയുന്ന BJPക്കും നരേന്ദ്രമോദിക്കെതിരെയൊക്കെ സംസാരിക്കാം. അതൊന്നും വയ്യാതെ വേറെ പല കാര്യത്തിലും കയറി പിടിച്ചുകൊണ്ട് അത് പിന്നെ തനിക്ക് തന്നെ തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളത് ഇത് രാഹുൽ ഗാന്ധിക്കല്ലാതെ മറ്റാർക്കും പറ്റത്തില്ല എന്ന് ഉറപ്പിച്ചു പറയാം. ശരിക്കും പറഞ്ഞാൽ BJPയുടെ ഒരു ഐശ്വര്യമാണ് രാഹുൽ ഗാന്ധി എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന ചില വാർത്തകൾ കാണുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുന്ന തലത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ചെന്ന് പണി വാങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി വല്ലാത്ത തരത്തിൽ ഉത്തരം മുട്ടുന്ന തരത്തിൽ ആ ഒരു തരത്തിൽ ഇറങ്ങിപ്പോയ ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. കാരണം മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമില്ലാതെ രാഹുൽ ഗാന്ധി പെട്ടെന്ന് ചടപടയെന്ന് എണീച്ച് പോയ ഒരു കാഴ്ച. ശരിക്കും പറഞ്ഞാൽ ഈ മണിപ്പൂരിലെത്തിയ ശേഷം ഈ മോദി വിരുദ്ധ മാധ്യമങ്ങളോട് മണിപ്പൂരിൽ കലാപത്തിന്റെ മുഴുവൻ കാരണക്കാരൻ മോദിയാണെന്ന് പറഞ്ഞ് വലിയ ഒരാളാവാനായിട്ട് നോക്കുന്ന ഈ രാഹുൽ ഗാന്ധി ശരിക്കും കോൺഗ്രസ് ഭരണകാലത്ത് ഈ പറയുന്ന നെയ്തി കുക്കി വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടായിരുന്നു എന്നത് അങ്ങ് മറന്നു കളഞ്ഞിട്ടാണ് ഈ ഒരു രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ മണിപ്പൂർ കലാപത്തിന്റെ കുറ്റം മുഴുവൻ മോദിക്ക് അങ്ങ് ചാർത്തി കൊടുക്കാമെന്നുള്ള തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോരോ പ്രവർത്തികൾ. അതിനിടയിൽ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ കയറി അങ്ങ് ഒരു ചോദ്യം അങ്ങ് ചോദിച്ചു ഈ രാഹുൽ ഗാന്ധിയുടെ അടുത്ത്. വലിയ തരത്തിലുള്ള അങ്ങ് സംസാരിച്ച് പോയ കൂട്ടത്തിൽ ഈ മാധ്യമ പ്രവർത്തകൻ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഒരു ചോദ്യം അങ്ങ് ചോദിച്ചപ്പോഴത്തേക്കും ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അങ്ങ് സ്ഥലം കാലിയാക്കുകയാണ് അവിടെ ഉണ്ടായത്. ആ ഒരു വീഡിയോ കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. രാഹുൽ ഗാന്ധി പെട്ടെന്ന് എണീച്ചിട്ട് അങ്ങ് പോകുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത് തന്നെ. ഇത് അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. അത് മണിപ്പൂർ വിഷയം എന്ന് പറയാം. ഇതിപ്പോ സ്വന്തം മണ്ഡലത്തിൽ അതായത് റായ്ബറേലിയിൽ ചെന്നിട്ട് രാഹുൽ ഗാന്ധി പണി വാങ്ങിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ രാഹുൽ ഗാന്ധിക്കെതിരെ പോസ്റ്ററുകൾ പല തരത്തിൽ പല സ്ഥലത്തും ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ചില വാർത്തകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് സംഭവം വേറൊന്നുമല്ല, അതായത് രാഹുൽ ഗാന്ധി അന്ന് പാർലമെന്റിൽ ഹിന്ദുക്കളെ കുറിച്ച് സംസാരിച്ച ആ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ വലിയ തോതിൽ അത് പ്രശ്നമായി മാറിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്ററുകളിൽ തന്നെ പറയുന്ന കാര്യം ഹിന്ദുക്കൾക്കെതിരെ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി സ്വന്തം മതഭേദാണെന്ന് വ്യക്തമാക്കണം എന്നുള്ള തരത്തിലാണ് ആ പോസ്റ്ററിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉത്തരം പറയണം. ഹിന്ദു വോട്ടർ അക്രമാസക്തനാണോ എന്ന ആ ഒരു ചോദ്യത്തിൽ ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പെട്ടിരിക്കുകയാണ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പോസ്റ്ററുകളൊക്കെ തന്നെ കാണുമ്പോഴത്തേക്കും. ശരിക്കും ഇതിൻ്റെ വല്ല ആവശ്യം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നോ എന്നത് തന്നെയാണ് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്. ജയിച്ചിട്ട് സ്വന്തം മണ്ഡലത്തിൽ ചെല്ലുമ്പോഴത്തേക്കും കാണുന്ന ഒരു കാഴ്ചയാണ് ഇതെന്ന് പറയുന്നത്. തുടക്കം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തെല്ലാം രാഹുൽ ഗാന്ധിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഈ പണി ഇരുന്ന് വാങ്ങുക എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ അത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയായാണ് ഇവിടെ മാറിയിരിക്കുന്നത്. ഇനിയെങ്കിലും രാഹുൽ ഗാന്ധി കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാനും ഓരോ പ്രവർത്തികൾ ചെയ്യാനും നിന്നില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ പല തരത്തിലുള്ള എതിർപ്പുകൾ രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുമെന്നുള്ളതും ഒരു വാസ്തവമാണ്. പ്രതിപക്ഷ നേതാവായിട്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴുള്ളത്. ഭരണം അവർക്ക് ഇത്തവണ കിട്ടിയതുമില്ല. നരേന്ദ്രമോദി BJP തന്നെയാണ് ഇപ്പോഴും ഭരണത്തിൽ. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിരിക്കുമ്പോഴത്തേക്കും ആ പ്രതിപക്ഷം ആ ഒരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം, വളരെ വലിയ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്കുണ്ട്. ആ രാഹുൽ ഗാന്ധിയിൽ നിന്നും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവസാനം പണി കിട്ടിയതിന് ശേഷം ആലോചിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും കണ്ടറിയാം ഇനി വരും ദിവസങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള
കാഴ്ചകൾ രാഹുൽ ഗാന്ധിക്കെതിരെ കാണേണ്ടി വരുമെന്നുള്ളത്.